സന്ദേശമാല കാണുന്നവർക്കൊക്കെ എൻ്റെ വിനീത നമസ്കാരം. ഏത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ആരെങ്കിലുമൊക്കെ നമ്മെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവർക്കതിൽ ഒരു കാര്യവുമില്ല, വെറുതെ ഒരു തടസ്സം പറച്ചില്ല. യുവത്വത്തിലെ ആത്മീയതയിലേക്ക് തിരിഞ്ഞാൽ അതിപ്പം വേണ്ട, ഇപ്പം ചെറുപ്പല്ലേ, കുറച്ചുകൂടെ കഴിയട്ടെ, എന്നിട്ടും മതി, ഇങ്ങനെ പറഞ്ഞ് തടസ്സപ്പെടുത്താൻ സ്വന്തം രക്ഷിതാക്കൾ വരെ ഉണ്ടാവും. ഏത് നല്ല കാര്യത്തിനും തടസ്സം നിൽക്കുക എന്നത് ചില മനുഷ്യരുടെ ഒരു സ്വഭാവമാണ്. അവർ നെഗറ്റീവ് എനർജിയെ സ്റ്റോർ ചെയ്തവരാണ്. ഇവരൊക്കെ പറഞ്ഞതുപോലെ ഇപ്പം ചെറുപ്പമാണല്ലോ, നല്ലത് ചെയ്യാൻ എന്തുമാത്രം സമയം കിടക്കുന്നു, ഒക്കെ പിന്നീടാവാമെന്ന് കരുതി മരണം വരെ യാതൊന്നും ചെയ്യാതിരിക്കുന്നത് അവിവേകമാണ്. അവനവനാൽ കഴിയുന്നത്ര ധർമ്മം നേരത്തെ ചെയ്തു വെക്കുകയാണ് വേണ്ടത്. ആ ധർമ്മം മാത്രമാണ് അഴിയാതെ നിലനിൽക്കുന്നതും അന്ത്യകാലത്ത് തുണയായി വരുന്നത്. അന്യരുടെ ഉയർച്ചയിൽ അസഹിഷ്ണുത കാണിക്കാതിരിക്കുക. ആ ഉയർച്ചയിൽ അസഹിഷ്ണുവായി തീരുന്നത് കൊണ്ടുള്ള അസൂയ, പഞ്ചേന്ദ്രിയങ്ങൾക്ക് സുഖിക്കാൻ എത്ര കിട്ടിയാലും പോരാ പോരാ എന്ന അത്യാർത്തി, അതിൻ്റെ പേരിൽ സഹജീവികളോട് കാണിക്കുന്ന കോപം, കോപത്തിൻ്റെ ഫലമായി പുറപ്പെടുവിക്കുന്ന ദുർവാക്കുകൾ, ഈ നാലും ഒഴിവാക്കി സ്വച്ഛമായി ജീവിക്കുക എന്നതത്രേ ധർമ്മം. ധർമ്മം മനസ്സിൽ നിന്ന് തുടങ്ങുന്നു. അതുകൊണ്ട് മനസ്സിൽ അല്പം പോലും കളങ്കം പുരളാതിരിക്കാനാണ് ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. എന്നാൽ കളങ്കം നിറഞ്ഞ മനസ്സായാൽ നമുക്ക് പലതും നഷ്ടപ്പെടും. നമ്മുടെ ആരോഗ്യം, സൗന്ദര്യം, നമ്മളിലെ ക്ഷമാശീലം, ഇതെല്ലാം നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്ന് ചോർന്നു പോകും. ആ നഷ്ടം ഒരിക്കലും നികത്താൻ കഴിയാത്തതായി തീരും. നമ്മളിൽ നിന്ന് പലതും നഷ്ടപ്പെടുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ വേദന അറിയുകയുള്ളൂ. യൗവനം നഷ്ടപ്പെടട്ടെ, അപ്പോഴറിയാം യൗവനത്തിൻ്റെ വില. യൗവനം നഷ്ടപ്പെട്ട് വാർദ്ധക്യത്തിലെത്തിയവർക്ക് ഇപ്പോഴതറിയാം. യൗവനത്തിൽ പല ആഹാരങ്ങളും വാരി വലിച്ച് തിന്ന് നടക്കുമ്പോൾ വീട്ടിലെ തലമൂത്തവർ പറയുന്നതിനെ ധിക്കരിച്ച് രാത്രി എന്നില്ല പാതിര എന്നില്ലാതെ പലതും കഴിച്ച് വന്ന് കിടക്കുന്നു. കഴിച്ച ആഹാരം ഒന്ന് ദഹിക്കാൻ പോലും സമയം കൊടുക്കാതെ കിടക്കുന്നു. ഇപ്പോഴാരോഗ്യമുള്ളതിൻ്റെ അഹങ്കാരാവാം. രോഗം വരുമ്പോഴാണ് ആരോഗ്യത്തിൻ്റെ വില അറിയുക. അച്ഛൻ മരിച്ചു കിടക്കുമ്പോഴാണ് അച്ഛൻ്റെ പ്രാധാന്യം അറിയുന്നത്. അമ്മയുള്ളപ്പോൾ എത്ര വില കൂടിയ രത്നമാണ് നമ്മുടെ അരികിലിരിക്കുന്നതെന്ന് മക്കൾ അറിയുന്നില്ല. അമ്മ ഇല്ലാതാകുമ്പോൾ അമ്മയുടെ വില അറിയുന്നു. ഇപ്പോൾ അമ്മയുണ്ടായിരുന്നെങ്കിലോ എന്ന് ഓരോ മക്കളും ചിന്തിച്ചു പോകും. ഭാര്യ നഷ്ടപ്പെടുമ്പോഴാണ് നിത്യേന ആഹാരം ഉണ്ടാക്കി തരുന്ന, രാവിലെ കാപ്പി ഉണ്ടാക്കി തന്ന് വിളിച്ചുണർത്തുന്ന,
തൻ്റെ വസ്ത്രങ്ങളെടുത്ത് വെച്ച് ജോലിക്ക് പറഞ്ഞയക്കുന്ന ഭാര്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഭൗതിക ലോകവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. നിലവിലുള്ളതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ സമയം കിട്ടാറില്ല, അത് മറന്നുപോകും. എന്നാൽ ഇനി ചിന്തിക്കാൻ സമയമില്ല എന്നറിയുമ്പോൾ പാഴാക്കിക്കളഞ്ഞ സമയത്തിൻ്റെ വില അപ്പോഴാണ് നാം അറിയുന്നത്. ഒരിക്കലും നമുക്ക് സമയം പാഴാക്കി കളയാനില്ല. ടൈം പാസ് എന്ന് പറഞ്ഞ് നമുക്ക് കടപ്പുറങ്ങളിലൊക്കെ പോയിരിക്കുന്ന സമയത്ത് കടല കൊണ്ടുതരും. ടൈം പാസ്. ടൈം അങ്ങനെ പാസ് ചെയ്യാനുള്ളതല്ല എന്ന ബോധം നിങ്ങളുണ്ടാവട്ടെ എന്ന് വെറുതെ ഒന്നാലോചിക്കും.